ഹായ് ഫോക്സ്, നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വീക്ക്ലി ഡെലിവറി നോക്കിയിരുന്നു. സോ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡെയിലി ഡെലിവറി ആണ് നോക്കാൻ പോകുന്നത്. സോ നമ്മൾ വീക്ക്ലി ഡെലിവറിയിലും മൺഡേ അക്യുമുലേഷൻ, ട്യൂസ്ഡേ വെനസ്ഡേ ഹൈ ഓഫ് ദ വീക്ക് അല്ലെ ലോ ഓഫ് ദ വീക്ക് മാനിപ്പുലേഷൻ ഫോം ആവും. അതേപോലെ ട്യൂസ്ഡേ അല്ലെ വെനസ്ഡേ മാനിപ്പുലേഷൻ ഫോം ആവുന്ന ദിവസം തന്നെ നമുക്ക് റിവേഴ്സൽ കിട്ടും. ആ ഒരു റിവേഴ്സലാണ് ഡിസ്ട്രിബ്യൂഷൻ, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, AMD സൈക്കിൾ. സോ നമുക്ക് ഡെയിലിയിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ആ സെയിം സിസ്റ്റം അക്യുമുലേഷൻ നടക്കാൻ പോകുന്നത് ഏഷ്യൻ സെഷനിലാണ്, മാനിപ്പുലേഷൻ നടക്കാൻ പോകുന്നത് ലണ്ടൻ സെഷനിലാണ്, ഡിസ്ട്രിബ്യൂഷൻ നടക്കാൻ പോകുന്നത് ന്യൂയോർക്ക് സെഷനിലാണ്. എന്നിട്ട് ഒരു പുൾ ബാക്ക് മാർക്കറ്റ് ക്ലോസ് ആവുന്നത് നടക്കാൻ പോകുന്നത് നമ്മുടെ ന്യൂയോർക്കിന്റെ PM സെഷനിലാണ്. സോ എനിക്കിവിടെ പറയാനുള്ളത്, നമ്മളിപ്പോൾ കണ്ടുവരുന്ന ലൈക്ക് മൺഡേ നോക്കുവാണെങ്കിൽ നമുക്ക് അക്യുമുലേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു, ട്യൂസ്ഡേ അല്ലെ വെനസ്ഡേ ആണ് നമുക്ക് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു, തേഴ്സ്ഡേ ആണ് നമുക്ക് എക്സ്പാൻഷൻ, ഫ്രൈഡേ ആണ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു. സോ ആ ഒരു സെയിം നമ്മളിപ്പോൾ ഒരു സെഷനിൽ കാണുന്നു. സോ നമുക്ക് ആ ഒരു വീക്ക്ലി ഡെലിവറി പ്രൊഫൈലും ഡെയിലി ഡെലിവറി പ്രൊഫൈലും നമുക്കൊരു മന്ത്ലി നോക്കുവാണെങ്കിൽ മന്തിന്റെ തുടക്കം, മന്തിന് നമുക്ക് മൊത്തം 4 ക്വാഡ്രൻസ് ആണുള്ളത്. ഓക്കെ, നമുക്ക് മന്തില് 4 വീക്ക് ആണുള്ളത്. അപ്പൊ വീക്ക് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. സോ മന്ത് അപ്പൊ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്? ആദ്യത്തെ 1.5 ആഴ്ച കൺസോൾട്ടേഷൻ ആയിരിക്കും, അല്ലെ അക്യുമുലേഷൻ ആയിരിക്കും. രണ്ടാമത്തെ ആഴ്ച കണ്ടിന്യൂയിങ് ടു മൂന്നാമത്തെ ആഴ്ച നമുക്ക് മാനിപ്പുലേഷൻ ടൈം ആയിരിക്കും മന്തിന്റെ. അതേപോലെ ഫൈനൽ, മിഡ് ടു ഫൈനൽ ആ ഒരു ഏരിയ മന്തിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആയിരിക്കും. സോ ഇതൊരു ബുള്ളിഷ് എക്സാമ്പിൾ ആണ്. ഈ സെയിം പോലാണ് മന്തിന്റെ ബെയറിഷ് എക്സാമ്പിളും. ഇത് ഓരോ ക്യാൻഡിൽസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. നമുക്ക് മന്തിൽ 4 വീക്ക് ഉണ്ട്. ആ 4 വീക്കിന്റെ ക്യാൻഡിൽസ് ആണത്. ഈ ഓരോ വീക്ക്ലി ക്യാൻഡിലും നമ്മൾ കുറച്ചുകൂടെ സൂം ഇൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു റിസൾട്ട് പിന്നെയും കിട്ടും, ഇങ്ങനത്തെ ഒരു റിസൾട്ട് കിട്ടും. നമുക്ക് ആ ഒരു വീക്ക്ലി ക്യാൻഡിൽ പിന്നെയും സൂം ഇൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പിന്നെയും റിസൾട്ട് കിട്ടും. നമുക്ക് ഇതിനകത്ത് നമുക്ക് ഈ ഏഷ്യൻ സെഷനും അതേപോലെ തന്നെ ലണ്ടൻ സെഷനും ന്യൂയോർക്ക് സെഷനും പിന്നെയും സൂം ഇൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് പിന്നെയും നമുക്ക് കുറെ ഫ്രാക്ടാലിറ്റി കിട്ടും. ഈ ഒരു നേച്ചറിനെയാണ് നമ്മൾ ഫ്രാക്ടൽ നേച്ചർ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്, അല്ലെ ഫ്രാക്ടൽ നേച്ചർ ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത്. കാരണം ഒരു സെക്കൻഡിലെ ചാർട്ട് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത്, അല്ലെ ഒരു മിനിറ്റിലെ ചാർട്ട് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത്, ആ സെയിം രീതിയിലാണ് ഒരു മന്ത്ലി ചാർട്ട് മൂവ് ചെയ്യുന്നത്. മനസ്സിലാവുമോ? അതേപോലെ തന്നെ ആ മന്ത്ലി ചാർട്ട് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത്, ആ സെയിം ഇതിൽ തന്നെയാണ് നമ്മുടെ 1 സെക്കൻഡിന്റെ ചാർട്ട് വരെ മൂവ് ചെയ്യുന്നത്. സോ പ്രൈസ് കാരണം സെയിം ആണ്. മന്ത്ലി ക്യാൻഡിലിന്റെ മൂവ്മെന്റും 1 സെക്കൻഡ് ക്യാൻഡിലിന്റെ മൂവ്മെന്റും സെയിം ആണ്. സോ 1 സെക്കൻഡിൽ ഓരോ സെക്കൻഡിലും ഓരോ ക്യാൻഡിൽസ് ഫോം ആവുന്നതുകൊണ്ട് ആ ഒരു പ്രൈസ് ആക്ഷൻ കുറച്ച് ഫാസ്റ്റർ ആയിരിക്കും. മന്തിൽ ഒരു ക്യാൻഡിലിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്ന ഒരു മന്ത് ആയതുകൊണ്ട് ആ ഒരു ഡിലേ വരുന്നു. അല്ലാതെ ക്യാൻഡിൽ എപ്പോഴും പെർഫെക്റ്റ് ഒരു സിംഗിൾ ആണ് മൂവ് ആവുന്നത്. സോ എപ്പോഴും മൂവ് ആവുന്നതും ഈ ഒരു AMD സൈക്കിളിലായിരിക്കും. പക്ഷെ ഇപ്പൊ ഒരു സെക്കൻഡിന്റെ ക്യാൻഡിൽ നമുക്കിപ്പോ ഒരു 15 സെക്കൻഡ് എടുക്കുവാന്ന് വെച്ചാൽ 15 സെക്കൻഡിന്റെ ക്യാൻഡിൽ, അപ്പം 4 15 സെക്കൻഡിന്റെ ക്യാൻഡിൽ കൂടുമ്പോഴാണ് 1 മിനിറ്റിന്റെ ക്യാൻഡിൽ ആവുന്നത്. അപ്പം 1 മിനിറ്റിന്റെ ക്യാൻഡിൽ 4 15 സെക്കൻഡിന്റെ ക്യാൻഡിൽ ഉണ്ട്. നമുക്ക് ഈ ഒരു സെയിം ഫംഗ്ഷനാലിറ്റി ആ ഒരു 1 മിനിറ്റിന്റെ ക്യാൻഡിൽ നമുക്ക് ഈ 4 15 സെക്കൻഡിന്റെ ക്യാൻഡിൽ വെച്ച് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ പുൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതാണ് AMD സൈക്കിൾസ് ഓർ പവർ ഓഫ് 3. സോ നമുക്കിവിടെ ഡെയിലി ഡെലിവറി പ്രൊഫൈൽ ഒന്നും കൂടെ സൂം ഇൻ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ഏഷ്യൻ സെഷൻ. ഓക്കെ, സോ ഏഷ്യൻ സെഷൻ ഇങ്ങനത്തെ ഒരു പോയിന്റിൽ നിൽക്കുവാണ്. നമുക്കപ്പം ഏഷ്യൻ സെഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, കാരണം നമുക്ക് ഏഷ്യൻ സെഷൻ തുടങ്ങുന്നതും എൻഡ് ചെയ്യുന്നതും ഒരു ടൈം ഉണ്ട്. സോ ഏഷ്യൻ സെഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ അറിയാം. ഇതിന്റെ ബിഗിനേഴ്സ് വീഡിയോ ഞാൻ ഉടനെ തന്നെ റിലീസ് ചെയ്യാം അടുത്ത ആഴ്ച. സോ ഏഷ്യൻ സെഷൻ അല്ലെ ഇതിന്റെ കുറച്ചുകൂടെ ടൈം ബേസ്ഡ് വീഡിയോസ് നമുക്ക് ഉടനെ ഈ ഒരു മാർക്കറ്റ് മേക്കർ സീരീസിന്റെ തന്നെ അഡ്വാൻസ് സെഷൻസിൽ ടൈം ബേസ്ഡ് എക്സ്പ്ലനേഷൻസ് വരുന്നുണ്ട്. കാരണം ടൈം ആൻഡ് പ്രൈസ് ആണ്, ഒരിക്കലും പ്രൈസ് പാറ്റേൺ കഴിഞ്ഞിട്ടല്ല ടൈം വരുന്നത്. ഒബ്വിയസ്ലി ടൈം ആൻഡ് പ്രൈസ് ആണ്. ഓക്കെ, സോ ടൈം കഴിഞ്ഞിട്ടേ ഉള്ളൂ പ്രൈസിന് പ്രയോറിറ്റി. സോ ആദ്യം വരുന്നത് ടൈം തന്നെയാണ്. സോ ഒരു ഏഷ്യൻ സെഷൻ നമ്മളിപ്പം രാവിലെ ഉറക്കം എണീക്കുമ്പോൾ നമ്മൾ കാണുന്ന ഏഷ്യൻ സെഷൻ ആണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, ഓക്കെ, എനിക്ക് കീ ലെവൽസ് എവിടേക്കാണ് ഉള്ളത്. അപ്പൊ എനിക്ക് മേളിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി പോയിന്റ് ഉണ്ടായിരുന്നു, അതേപോലെ താഴെ എനിക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എക്സാക്ട് നടുക്കാണ് നമ്മുടെ ഈ ഏഷ്യൻ സെഷൻ നടക്കുന്നത്. സോ ഞാൻ പറഞ്ഞിരിക്കുന്നത്, നമുക്കൊരു ലിക്വിഡിറ്റി എടുത്തിട്ടാണ് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു
ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, ആ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൈസ് ചെന്നിട്ട് റിവേഴ്സ് ആവും. സോ നമ്മൾ എക്സാക്ട് ആ ഒരു ടൈമിനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ആ ടൈം ഏതാണ്? നമ്മുടെ ടൈമാണ് ലണ്ടൻ സെഷൻ. ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഇനിയും വരുന്നുണ്ട്. സോ നമ്മളൊരു സ്പെസിഫിക് ടൈം ഇന്റർവെലിനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്, ലണ്ടൻ സെഷനായിട്ട് വെയിറ്റ് ചെയ്യുവാണ് നമ്മൾ. ഓക്കെ, നമുക്കപ്പോൾ കാണരുതെന്ന് വെച്ചാൽ ലണ്ടൻ സെഷനിൽ മാർക്കറ്റ് ഒന്നെങ്കിൽ ഈ ഏഷ്യൻ സെഷന്റെ ലിക്വിഡിറ്റി, കാരണം ഏഷ്യൻ സെഷൻ ഇപ്പം ലിക്വിഡിറ്റി മേളിലും താഴെയും ബിൽഡ് ആയിട്ടുണ്ട്. ഓക്കെ, മേളിലും താഴെയും ലിക്വിഡിറ്റീസ് ഏഷ്യൻ സെഷന് ബിൽഡ് ആയിട്ടുണ്ട്. സോ ഏഷ്യൻ സെഷന്റെ ലിക്വിഡിറ്റി മേളിലും താഴെയും ബിൽഡ് ആയിട്ടുണ്ട്. നമുക്കിവിടെ മൾട്ടിപ്പിൾ ഡെലിവറി പ്രൊഫൈൽസ് ഞാൻ കാണിച്ചു തരാം. ഒന്നെങ്കിൽ ലണ്ടൻ സെഷനിൽ ഈ ഏഷ്യൻ സെഷന്റെ ലിക്വിഡിറ്റി എടുത്തിട്ട് നമുക്കൊരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം. എപ്പോഴും ലിക്വിഡിറ്റിയുടെ താഴെ ആയിരിക്കും റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം. ആ റിവേഴ്സൽ നമ്മുടെ ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ, ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു ലിക്വിഡിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആവാം, ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് പോകും. ഓക്കെ, ആ ഒരു സെയിം ഇൻസ്റ്റൻസ് റീക്രിയേറ്റ് ചെയ്യാം. അപ്പം രണ്ടാമത്തെ ഒരു ഇൻസ്റ്റൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ലണ്ടൻ സെഷനിൽ തന്നെ പ്രൈസ് ഹയർ ലിക്വിഡിറ്റി എടുത്തിട്ട് നമുക്ക് ലണ്ടൻ സെഷനിൽ താഴത്തെ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് മീറ്റ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മൾ ഏഷ്യൻ സെഷൻ കഴിഞ്ഞ് ലണ്ടനിലേക്കുള്ള ഒരു ഡെയിലി ഡെലിവറി പ്രൊഫൈലിന്റെ ഒരു രീതി. ഓക്കെ, ഈ രണ്ട് ഡെലിവറി പ്രൊഫൈൽസും നിങ്ങൾക്ക് കുറച്ച് ഫെമിലിയർ ആയെങ്കിൽ നമുക്ക് ഈ ഒരു ദിവസം വരാൻ പോകുന്ന മറ്റൊരു ഡെലിവറി പ്രൊഫൈലിലേക്ക് പോവാം. നമുക്ക് മറ്റൊരു ഡെലിവറി പ്രൊഫൈലിലേക്ക് പോവാം. ഇത് തന്നെ നിങ്ങൾ റിവേഴ്സ് ആയിട്ട് നോക്കിയാൽ മതി. ഈ ഒരു മാർക്കറ്റ് ഈ താഴത്തെ ലിക്വിഡിറ്റി എടുക്കാതെ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത് തന്നെ മേളിൽ പോയി ആ ലിക്വിഡിറ്റി എടുത്തിട്ട് തിരിച്ച് നമ്മുടെ ഈ ഒരു റേഞ്ചിന്റെ 50% വരും, അല്ലെങ്കിൽ നമ്മുടെ ലോ ലിക്വിഡിറ്റി എടുക്കും. സോ ഇവിടെ നമുക്ക് രണ്ട് ഇതാണുള്ളത്. നമുക്ക് റേഞ്ച് എന്താണെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. സോ ഡീലിംഗ് റേഞ്ച് എന്താണെന്ന് ഞാൻ വരും ദിവസങ്ങളിൽ പഠിപ്പിച്ചു തരാം. സോ ഇവിടെ ഞാൻ പറഞ്ഞത് മേളത്തെ ലിക്വിഡിറ്റി എടുത്തില്ല, താഴത്തെ ലിക്വിഡിറ്റി എടുത്തില്ല, പ്രൈസ് മേളത്തെ ലിക്വിഡിറ്റിയും ബ്രേക്ക് ചെയ്ത് പോയി ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എത്തിയിട്ട്, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എത്തിയിട്ട് ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ മേളിൽ റിവേഴ്സൽ നടന്നിട്ട് ആ റിവേഴ്സൽ നേരെ വന്നത് ഈ ഒരു റേഞ്ചിന്റെ 50% അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സെഷന്റെ ലിക്വിഡിറ്റിയിലാണ്. ഇത് മേ ബി നമുക്ക് ലൈക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാം. നമുക്ക് ന്യൂയോർക്കിൽ അതൊരു റിട്രേസ്മെന്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വന്ന് ഈ ഒരു ഇതും കൂടെ എടുത്തിട്ടായിരിക്കും ഡേ ക്ലോസ് ആവുന്നത്. ഇതും ഒരു ഡെലിവറി പ്രൊഫൈൽ ആയിരുന്നു, ലണ്ടന്റെ ഡെലിവറി പ്രൊഫൈൽ. സോ ഡെയിലി ഡെലിവറി പ്രൊഫൈൽസ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ലണ്ടൻ എങ്ങനെ ആന്റിസിപ്പേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ലണ്ടൻ ഇനിയും ഡെലിവറി പ്രൊഫൈൽസ് ഉണ്ട്. നമുക്ക് ടൈം ഒക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഈ ലണ്ടൻ സെഷന്റെ എക്സാക്ട് ടൈം നമുക്ക് ഞാൻ കൊണ്ടുവരാം. അതേപോലെ നമുക്ക് ന്യൂയോർക്കിനെ നമുക്ക് മൾട്ടിപ്പിൾ ടൈം സോൺസിലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതേപോലെ ലണ്ടനെ നമുക്ക് മൾട്ടിപ്പിൾ ടൈം സോൺസിലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഏഷ്യൻ സെഷനിൽ ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഏഷ്യൻ സെഷനിൽ ട്രേഡ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ നല്ല പൊസിഷൻ സൈസിൽ ഒരു അത്യാവശ്യം ഒരു 1, 2, 3, 5, 10 ലോട്ടുകളിലൊക്കെ നമുക്കൊരു ഹെവി കോൺഫിഡന്റ് ട്രേഡ് നമുക്കൊരു ലണ്ടനിലോ ന്യൂയോർക്കിലോ എടുക്കുന്നതായിരിക്കില്ലേ ഈ ഏഷ്യൻ സെഷനിൽ എടുത്ത് നമ്മളൊരു 2-3 മണിക്കൂർ ഒരു ട്രേഡ് പുൾ ഔട്ട് ആവാനായിട്ട് വെയിറ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത്. സോ നമുക്ക് നമ്മുടെ ട്രേഡേഴ്സ് എന്നുള്ള ഒരു വെച്ചാൽ നമുക്ക് ഏറ്റവും മിനിമൽ ആയിട്ടുള്ള വർക്ക് ചെയ്ത് നമുക്ക് മാക്സിമം റിട്ടേൺ ഉണ്ടാക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്ത് തന്നെ. സോ നമ്മുടെ വർക്ക് ഏറ്റവും പെട്ടെന്ന് തീരാനായിട്ട് നമുക്ക് പെട്ടെന്ന് ഡെലിവറി നടക്കുന്ന സെഷൻസ് ആണ് ഒന്നെങ്കിൽ ലണ്ടൻ അല്ലെങ്കിൽ ന്യൂയോർക്ക്. ഏഷ്യ സെഷന്റെ ട്രേഡ് എടുക്കുന്ന സിനാരിയോസ് വരുന്നത് ആ ഒരു സിനാരിയോസ് ഞാൻ കാണിച്ചു തരാം. ഇൻ ഫ്യൂച്ചർ നമുക്കൊരു ക്രാഷിംഗ് മാർക്കറ്റിലോ ഒരു റണ്ണിങ് മാർക്കറ്റിലോ ഒക്കെയാണ് നമുക്ക് ആ ഒരു സിനാരിയോ പാൻ ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. മോസ്റ്റ്ലി ഒരു ക്രാഷിംഗ് മാർക്കറ്റിലാണ് ഏഷ്യൻ സെഷനിൽ ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ആ ഒരു അതൊന്നും എപ്പോഴും നടക്കാറില്ല. സോ അങ്ങനത്തെ സിനാരിയോസ് വർക്കൗട്ട് ആവാൻ നേരത്തെ ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെ നടക്കുന്നതെന്ന്, എങ്ങനെയാണ് ഏഷ്യയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് കാണിച്ചു തരാം, എങ്ങനെ ഏഷ്യയിൽ ട്രേഡ് ഓപ്പൺ ചെയ്ത് നമുക്ക് ന്യൂയോർക്ക് അവസാനം വരെ ഹോൾഡ് ചെയ്യാന്നൊക്കെ കാണിച്ചു തരാം. സോ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ലണ്ടൻ ബേസ്ഡ് ഡെലിവറി പ്രൊഫൈൽ ഏഷ്യൻ സെഷൻ ഉപയോഗിച്ച്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ലണ്ടനെ നമ്മൾ പ്യുവർലി ആ ഒരു ഏഷ്യ സെഷൻ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് ആ ഒരു ബിഹേവിയർ വെച്ചാണ് നമ്മൾ ലണ്ടനെ ലൈക്ക് എന്താ പറയാ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലെ ഏഷ്യ എങ്ങനെയാണോ ബിഹേവ് ചെയ്തിരിക്കുന്നത് ആ ഒരു
എക്സാക്ട് പാറ്റേൺ. ഇപ്പൊ ഈ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ ഒക്കെ ഏഷ്യയുടെ ലിക്വിഡിറ്റി താഴെ എടുത്തത് കൊണ്ട് നമ്മൾ ഒരു ഹയർ പ്രൈസ് എക്സ്പെക്ട് ചെയ്തു, ഏഷ്യയുടെ ലിക്വിഡിറ്റി ഹയർ എടുത്തത് കൊണ്ട് നമ്മൾ ഒരു ലോവർ പ്രൈസ് എക്സ്പെക്ട് ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെഷൻ ഏഷ്യയുടെ ഹയർ ലിക്വിഡിറ്റി എടുത്തു, മേളിലെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എടുത്തത് കൊണ്ട് നമ്മളൊരു ലോവർ പ്രൈസ് എക്സ്പെക്ട് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ കണ്ടുവരാൻ പറ്റുന്ന ഒരു ലോജിക് എന്ന് പറഞ്ഞാൽ, ഇപ്പോഴാണ് നിങ്ങളുടെ മൈൻഡ് ഓപ്പൺ ആവാൻ പോകുന്നത്. നമ്മൾ ഇവിടെ കണ്ടുവരുന്ന ഒരു സെയിം ലോജിക്കും ഇതെന്താണ്? അക്യുമുലേഷൻ കണ്ടോ? ഏഷ്യൻ സെഷൻ ഒരു അക്യുമുലേഷൻ ആണ്, നമ്മുടെ ലണ്ടൻ ഡെലിവറി പ്രൊഫൈലിൽ ഒരു അക്യുമുലേഷൻ ആണ്. രണ്ടാമത് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി കാണും. എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ. സോ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം, ഇവിടെ മാനിപ്പുലേഷൻ ഇല്ലേ എന്ന് ചോദിക്കാം. മാനിപ്പുലേഷൻ ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ആ മാനിപ്പുലേഷൻ ഏതാണ്? ആ മാനിപ്പുലേഷൻ ആണ് ഈ ഒരു ഫേക്ക് മൂവ്. ഈ ഒരു ഏഷ്യൻ സെഷനിലെ ലിക്വിഡിറ്റി എടുത്ത ഒരു ഫേക്ക് മൂവ് ആണ് നമുക്കിവിടെ മാനിപ്പുലേഷൻ. മനസ്സിലാവുന്നു? ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടെ കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ക്ലോസ് ചെയ്യാം. ഓക്കെ, മാനിപ്പുലേഷൻ. അതേപോലെ നമ്മുടെ ഇവിടുത്തെ മാനിപ്പുലേഷൻ, നമുക്ക് നമ്മുടെ ഒരു ഫുൾ ലണ്ടൻ സൈക്കിളാണ് നമ്മുടെ മാനിപ്പുലേഷൻ. സോ ഇതൊരു ഫുൾ ഡേ ട്രേഡിന്റെ എക്സാമ്പിൾ ആണ്. സോ ഇവിടെ നമുക്ക് ലണ്ടനിലെ ട്രേഡും മാനിപ്പുലേഷനും ഡിസ്ട്രിബ്യൂഷനും സെയിം ആണ്. ഇതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ രണ്ട് എക്സാമ്പിൾസിനും ഞാൻ മാനിപ്പുലേഷൻ എന്താന്നുള്ള കാര്യം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ റിയൽ എക്സാമ്പിൾ കിട്ടും. സോ ഈ ഒരു എക്സാമ്പിളിന്റെ നമ്മളിപ്പോ ഒരു ഡെയിലി ചാർട്ടിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ മൂന്നാമത് എക്സ്പെക്ട് ചെയ്യുന്നത്. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ മൂന്നാമത് എക്സ്പെക്ട് ചെയ്യുന്നത്. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഇതൊരു പെർഫെക്റ്റ് പവർ ഓഫ് 3 സൈക്കിൾ ആണ് നമ്മൾ ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതൊരു പെർഫെക്റ്റ് ഡേ ചാർട്ട് ആണ്. ഓക്കെ, ഇതൊരു പെർഫെക്റ്റ് ഡേ ചാർട്ട് ആണ്. നമുക്ക് ഈ രണ്ട് ഭാഗം കൂടെ നോക്കുവാണെങ്കിൽ, ഈ രണ്ട് പാർട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ ആക്ച്വലി ലണ്ടൻ അല്ലേ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞത്. സോ ലണ്ടന്റെ മാനിപ്പുലേഷന് മുമ്പും നമ്മൾ ആ ഒരു ലണ്ടൻ സെഷൻ എടുക്കുവാണെങ്കിൽ ലണ്ടന്റെ മാനിപ്പുലേഷൻ, ലണ്ടൻ ഒരു മാനിപ്പുലേഷൻ ആണ്, പക്ഷെ അത് പിന്നെയും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ ലണ്ടൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇതിപ്പം അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. നമ്മളുടെ ആക്ച്വൽ ഡെയിലി ക്യാൻഡില് നമുക്ക് ഇനിയാണ് ഡിസ്ട്രിബ്യൂഷൻ വരാൻ പോകുന്നത്. പക്ഷെ ലണ്ടൻ സെഷൻ എടുക്കാൻ നേരത്തെ ലണ്ടന്റെ ഇവിടെയും നമുക്കൊരു ലണ്ടൻ ട്രേഡ് ചെയ്യണമെന്നെങ്കിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, മാനിപ്പുലേഷൻ ഉണ്ട്. കാരണം നമുക്ക് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. മാനിപ്പുലേഷൻ ഇല്ലാതെ ഒരിക്കലും ഡിസ്ട്രിബ്യൂഷൻ ഇല്ല, അക്യുമുലേഷൻ ഇല്ലാതെ ഒരിക്കലും മാനിപ്പുലേഷൻ ഇല്ല. ഒരിക്കലും ഇങ്ങനെ അക്യുമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനത്തെ ഒരു രീതിയിൽ മാർക്കറ്റ് മൂവ് ആവില്ല. ഇവിടെ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടോ. അക്യുമുലേഷൻ, ലണ്ടന് വേണ്ടിയുള്ള മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. പക്ഷെ ഒരു ഡെയിലി ചാർട്ടിൽ വരുവാണെങ്കിൽ അക്യുമുലേഷൻ, ഈ ലണ്ടനാണ് മാനിപ്പുലേഷൻ, നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ന്യൂയോർക്കിൽ വരാൻ പോകുന്നേ ഉള്ളൂ. മനസ്സിലാവുന്നോ? സോ ഈ ന്യൂയോർക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അപ്പൊ ലണ്ടന്റെ മാനിപ്പുലേഷൻ നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ലണ്ടന്റെ മാനിപ്പുലേഷൻ ഒരു ഡിസ്ട്രിബ്യൂഷനായി കണക്കാക്കിയിട്ട് നമുക്ക് അതിനു മുമ്പ് ഒരു ചെറിയ മാനിപ്പുലേഷൻ ഏഷ്യയുടെ ലണ്ടന്റെ ഇടയ്ക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അതാണിത്. ഇത് നമുക്ക് ഇനിയും ഞാൻ ക്ലിയർ ആയിട്ട് ചാർട്ടിൽ വെച്ച് കാണിച്ചു തരാം എക്സാക്ട്ലി ഞാൻ ഇത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. കാരണം പ്രൈസ് ഭയങ്കര ഫ്രാക്റ്റൽ ആണ്. സോ നമ്മൾ ഫ്രാക്റ്റാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ സെയിം സംഭവം നമുക്കിപ്പോൾ ഏഷ്യൻ സെഷൻ, ലണ്ടൻ സെഷൻ, ന്യൂയോർക്ക് സെഷൻ വരാം. ഇതിപ്പോൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ എന്നുള്ള രീതിയിൽ നമുക്കിത് കൺസിഡർ ചെയ്യാം. സോ ആ ഒരു സെയിം ഓരോ ഡിസ്ട്രിബ്യൂഷന് മുമ്പ് മാനിപ്പുലേഷൻ കാണും, ഓരോ മാനിപ്പുലേഷന് മുമ്പ് അക്യുമുലേഷൻ കാണും. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂവേഷൻ. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, റിവേഴ്സൽ. ഈ രണ്ട് പോയിന്റ്സ് ഉള്ളൂ. എക്സ് റിവേഴ്സൽ ആവാം, കണ്ടിന്യൂവേഷൻ ആവാം. സോ ഇതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്തടുത്ത വീഡിയോസിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. സോ ഇതാണ് ഡെയിലി ഡെലിവറി പ്രൊഫൈൽ. നമുക്ക് ലണ്ടൻ സെഷൻ എങ്ങനെ ആന്റിസിപ്പേറ്റ് ചെയ്യാം, ലണ്ടൻ സെഷനിൽ നമുക്ക് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം, നമുക്കൊരു കാര്യങ്ങൾ മനസ്സിലായി. ഇനി എക്സാക്ട്ലി ടൈം സൈക്കിൾസും മാക്രോസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലണ്ടൻ സെഷൻ പെർഫെക്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. കുറച്ച് റിയൽ ചാർട്ട്സിൽ എക്സാമ്പിൾസും കൂടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് പ്രാക്ടീസും കൂടെ ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലണ്ടൻ സെഷനിൽ ഫോറക്സിലാണേലും ഗോൾഡിലാണേലും ഇൻഡെക്സ് ഫണ്ട്സിലാണേലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രേഡ് ചെയ്യാൻ പറ്റും. സോ until then, trade safe, be safe, bye folks.